ഹലോ, എല്ലാവർക്കും പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് കരിക്ക് കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ മുമ്പ് വാഴയില ജ്യൂസ് കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കരിക്ക് കൊണ്ട് വളരെ ടേസ്റ്റുള്ളൊരു ഹൽവ നമുക്ക് ഉണ്ടാക്കാം. 2 ഇളം കരിക്ക് എടുത്തിട്ട് അത് പൊട്ടിച്ച് അതിനകത്തുള്ള ക്രീമി ടെക്സ്ചറിലുള്ള ആ ഒരു തേങ്ങ പോലുള്ള ആ ഒരു ഭാഗവും വെള്ളവും കൂടെ ചേർത്ത് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ കരിക്കാവണം കേട്ടോ, ഒരുപാട് മുറ്റിയ കരിക്കാവരുത്. നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന ഈ ഒരു പരുവത്തിലുള്ള കരിക്ക് ഇതാണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് അരിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒരു പാല് പോലെ കണ്ടില്ല, ഇപ്പം തന്നെ അത് ഒന്ന് സ്പൂൺ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ വായിലൊഴിക്കുമ്പോൾ തന്നെ. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് മാറ്റി വയ്ക്കാം. അതവിടെ അങ്ങോട്ട് ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒരല്പം നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. ഹൽവയ്ക്ക് ഒരല്പം ടേസ്റ്റ് കിട്ടാൻ ഇത്തിരി നെയ്യൊക്കെ ഒഴിക്കണം. എപ്പോഴെങ്കിലും അല്ലേ, കുഴപ്പമില്ല. എന്നും നമ്മൾ ഒരുപാട് കഴിക്കാതിരുന്നാൽ മതി. ഇതൊക്കെ നമ്മൾ ഒക്കേഷണലായിട്ട് കഴിക്കുന്ന സാധനങ്ങളല്ലേ. അപ്പം ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ എന്ത് നട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിടാൻ, ബദാമോ പിസ്തായോ കാഷ്യൂ നട്ട്സോ എന്തെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ട്സാണ് ഉണ്ടായിരുന്നത്. ഞാനത് ഒരു ബ്രൗണിഷായിട്ട് കോരി മാറ്റി വെച്ചു. ഇനി നമുക്ക് മാവ്, ഗോതമ്പ് മാവോ നമുക്ക് കോൺഫ്ലോറോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച ആ വെള്ളമില്ലേ, നമ്മൾ കരിക്കും ആ തേങ്ങയും കൂടെ അടിച്ച് വെച്ച ആ ഒരു വെള്ളം അത് നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. അത് ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഗോതമ്പ് മാവ് അല്പം വെള്ളത്തിൽ കലക്കി കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ഡയറക്റ്റായിട്ട് ആ പൊടി നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ടി പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വളരെ നല്ല പതുക്കെ ഇളക്കി ബാക്കി മാവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ വീഡിയോ ക്ലിപ്പ് ഡിലീറ്റ് ആയിപ്പോയേ മൊബൈലിൽ നിന്ന്, അതാണ് ഞാനത് കാണിക്കാത്തത്. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഇപ്പോൾ 1 കപ്പ് ഗോതമ്പ് മാവിന് 1 കപ്പ് പഞ്ചസാര തന്നെ ഇടാം. അതും ഒരു നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ വീട്ടിൽ അല്പം മധുരം കുറവ് മതി എന്നുള്ളത് കൊണ്ട് ഒരു കപ്പ് ഗോതമ്പ് മാവിന് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. പക്ഷേ അതും ഒരു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല മധുരം, അത്യാവശ്യത്തിന് നല്ല മധുരം തന്നെ ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ ഇത് അടുപ്പിൽ വെച്ച് സിമ്മിൽ വെച്ച് ഇളക്കി പാകപ്പെടുത്തി എടുത്തപ്പോഴത്തേക്ക് അൽവയുടെ പാകം എന്ന് പറയുന്നത് ഇതുപോലെ അടി കാണുന്ന ഒരു പരുവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം അത് വേണ്ട. കോരി ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ അത് കണ്ണാടി പോലത്തെ ഒരു ടെക്സ്ചറിൽ ഇങ്ങനെ വരും. കണ്ടോ, ഇതുപോലത്തെ ഒരു ടെക്സ്ചറിൽ വരുമ്പോഴാണ് ഹൽവ പാകമായി എന്നുള്ള അർത്ഥം. ഇപ്പം നമുക്ക് ചൂടോടെ തന്നെ ഇതിങ്ങനെ കോരി കഴിക്കാമെങ്കിൽ നമ്മുടെ തിരുനെൽവേലി ഹൽവയൊക്കെ കഴിച്ചതുപോലെ സ്പൂണിൽ കോരി കഴിക്കാം. അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനത് ഒരു പാത്രത്തിൽ ഒരല്പം നെയ്യ് തടവിയതിന് ശേഷം അത് പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഒരു 1.5 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു. അതിൻ്റെ മേളിൽ നമ്മൾ മുമ്പേ ഗാർണിഷ് ചെയ്യാനായിട്ടും വറുത്ത് വെച്ചിരുന്ന നട്ട്സൊക്കെ ഇട്ടു. അപ്പം ഇതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത് പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പം വീണ്ടും വരാം. ബൈ.